നമ്മളുടെ ഫീലിങ്സ് ആണെങ്കിലും എന്താണ് ആവശ്യമുള്ളത്, എന്ത് കൺസേൺസ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണ് മറ്റുള്ളവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ക്ലിയർ ആയിട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അഗ്രസീവ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ സബ്മിസീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സബ്മിസീവ് ആവാന്ന് പറയുമ്പോൾ അത് ഞാൻ എന്റെ ഉള്ളിലേക്ക് എടുക്കുക, മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, അവർ അതിലൊന്നും വിചാരിക്കരുത്, അവർക്ക് അതിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഫേവറിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അവര് അങ്ങനെ വിട്ടുകൊടുക്കുക. എന്നിട്ട് എനിക്ക് അവിടെ ഹേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ, എനിക്ക് ലോസ് ആവുന്ന രീതിയിലാണ് നമ്മൾ സബ്മിസീവ് ആയിട്ട് വിടുക എന്ന് പറയുമ്പോൾ. പിന്നെ അതേപോലെ അഗ്രസീവ് ആയിട്ടെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കൺസേൺ നമ്മൾ റെസ്പെക്ട് ചെയ്യണില്ല, മറ്റുള്ളവരുടെ കൺസേൺ നമ്മൾ നോക്കുന്നില്ല. അവിടെ എന്റെ കൺസേൺ, എന്റെ കാര്യം നേടുക എന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് എന്തും ഞാൻ ചെയ്യും എന്നുള്ളതാണ് അഗ്രസീവ് ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പൊ അത് രണ്ടും അല്ലാതെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ വേണം എന്നെ എന്ത് ചെയ്യണം, എന്റെ കൺസേൺസ് അവിടെ നേടും വേണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അസേർട്ടീവ് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളുടെ ഇതിൽ സ്റ്റേൺ ആയിട്ട് നിൽക്കണം, അതോടൊപ്പം മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഗിൽറ്റി ഫീലിംഗ്, അവിടെയാണ് നമ്മൾ പാസീവ് ആകുക. പലപ്പോഴും സബ്മിസീവ് ആവുന്നതും പാസീവ് ആവുന്നതും ഓക്കെ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് പോകാം, ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഒരു 2 മണിക്കൂർ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ വേണം, ആ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ അതിനു വേണ്ടിയിട്ട് എന്റെ സമയം ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ എന്റെ ഫാമിലിക്കുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കാത്തതാവോ, ഇങ്ങനെയുള്ള കുറെ ഗിൽറ്റി ഫീലിംഗ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് അറിഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റേൺ ആയിട്ട് നിൽക്കുമ്പോൾ അത് മോശമാവോ, അത് അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ഗിൽറ്റി ഫീലിംഗ്. ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഒന്നും ഇല്ലാതെ നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ വളരെ സ്റ്റേൺ ആയിട്ട്, അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അസർട്ടീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അഗ്രസീവ്നെസ് അല്ല കേട്ടോ. അത് അഗ്രസീവ് ആയിട്ട് എന്റെ കാര്യം നേടിയെടുക്കുക എന്നുള്ളതല്ല അസർട്ടീവ്നെസ്. ആ ഒരു ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയാ. അതിന്റെ ഒരു എക്സാമ്പിൾ, ഞാൻ ഇതിൽ ഹാപ്പി അല്ല. ഇപ്പൊ എന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു 5ാമത്തെ ദിവസം നിങ്ങളിൽ ഒരാൾ പറയാണ്, ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ഒന്നല്ല, ഈ ഒരു ക്ലാസ്സിൽ 5 ദിവസം ഞാൻ ഇവിടെ ഇരുന്നു എന്ന് കരുതി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അതിനേക്കാൾ ഒന്നുകൂടെ ഐ നീഡ് ടു ഡിസ്കസ് ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി അത് പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയാം, ഞാൻ എന്തായിരുന്നു ഉദ്ദേശിച്ചിട്ടുള്ളത്, അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം. അത് അസർട്ടീവ്നെസിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് അങ്ങനെ പറയും കാര്യങ്ങൾ. അപ്പൊ എന്തെങ്കിലും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്താണ് എന്റെ കൺസേൺ, എന്താണ് എന്റെ ആവശ്യം എന്നുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ കരുതുന്നവർ മനസ്സിലാക്കണം, അതൊന്നും അവർ മനസ്സിലാക്കണം എന്ന് കരുതും, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരും. പിന്നെ സ്റ്റേ കാം ആൻഡ് റെസ്പെക്ട്ഫുൾ. നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഡിസഗ്രിമെന്റ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ലെങ്കിലൊക്കെ നമ്മൾ കാമായിട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ട് നിൽക്കാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞു. പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്, ഓക്കെ, അത് നമുക്ക് അറിയുന്നതാണ്. പിന്നെ സെറ്റ് ബൗണ്ടറീസ് ആൻഡ് സ്റ്റിക്ക് ടു ദം. നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് വളരെ കട്ട് ആൻഡ് ഡൗൺ ഇതല്ല, അതിൽ മറ്റുള്ളവരുടെ കൺസേൺസും കൂടി നമ്മൾ നോക്കാം. പിന്നെ ചിലത് എന്താണ് നമുക്ക് വേണ്ടിയിട്ട്, ചിലത് വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഒരു എക്കോളജി ചെക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. അതായത് നമ്മൾ ഇവിടെ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഇക്കോളജി ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ എൻവയോൺമെന്റിനെ അതെങ്ങനെയാണ് എഫക്ട് ചെയ്യണമെന്നുള്ളത്, വളരെ വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ തന്നെ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളവിടെ ചെക്ക് ചെയ്യണം. ഇവിടെ എന്താണ് നേരെ മറിച്ച് ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാസ്റ്റർ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അസർട്ടീവ് ആണ്, ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുറ്റുപാടുകൾ നോക്കാതെ നമ്മൾ ചില ബൗണ്ടറീസ് എല്ലാം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. നമ്മൾ നോക്കണം. അതുപോലെ അവിടെ ചിലത് എന്താണ്, ആ ഒരു അനാവശ്യമായിട്ട് നമുക്ക് ഗിൽറ്റി ഫീലിംഗ് വരുന്നതുണ്ടാവും. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കും, എന്റെ ചില കാര്യങ്ങളൊക്കെ വളരെ സ്റ്റേൺ ആയിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇതുവരെ അത് ശീലം ഉണ്ടാവില്ല എന്റെ ഒരു കൾച്ചറിൽ, അല്ലെങ്കിൽ എന്റെ ഒരു എൻവയോൺമെന്റിൽ എനിക്കത് ശീലമില്ലാത്ത പുതിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഒരു ഗിൽറ്റി ഫീലിംഗ് വരും. അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഡേ 3 നമ്മള്, അതായത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനെ ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ ഡെയിലി ലൈഫിൽ വളരെ സാധാരണ ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം.